അപ്പൊ വസ്ത്രങ്ങൾ കഴിഞ്ഞു. ഇനി ആഭരണത്തിന്റെ ലിസ്റ്റ് ഇടാം. വള എത്രണ്ണം വേണം? രണ്ടെണ്ണം മതി. അയ്യേ, രണ്ടെണ്ണൊന്നും പോരാ, ഒരു 10 എഴുതാം. കൈ നിറച്ച് വള കിടന്നാലേ അതിനൊരു അഴകുള്ളൂ. പിന്നെ നല്ല ഇറക്കുള്ളൊരു മാല. ഓ, നല്ല വീതിയുള്ളൊരു മാലയും വേണം. 6-7 പവനെങ്കിലും ഉണ്ടെങ്കിലേ കാണാനൊരു എടുപ്പുണ്ടാവും. അതൊന്നും വേണ്ട. വേണം. ഇത് കുളിമുറി പോകുമ്പോ ഇടാനല്ല, കല്യാണത്തിന് ഇടാനുള്ളതാ. നീളമുള്ള മാല, വീതിയുള്ള മാല, കമ്മല്, മോതിരം. മോതിരം വേണ്ട. കല്യാണത്തിന് ഒരു 2 മോതിരെങ്കിലും ഗിഫ്റ്റ് കിട്ടാണ്ടിരിക്കില്ല. അയ്യേ, ഇതെന്താ ഒരു സെറ്റ് കമ്മലേ ഉള്ളോ? എന്തിനാ അധികം? മായക്ക് ഒരു സെറ്റ് കാതല്ലേ ഉള്ളൂ. മായച്ചിക്കുള്ള പോലെ ഞങ്ങൾക്ക് 2 ആൾക്കും ഒരു സെറ്റ് കാതുകളുണ്ട്. എന്തായി പറയണേ? ഞങ്ങൾക്ക് കമ്മൽ വേണം. എന്താ ചോദിക്കാൻ അവകാശമില്ലേ? ഇല്ലെങ്കിൽ അപ്പോട്ടും പറയട്ടെ. എനിക്ക് നാണമില്ല. അയ്യോ, ഇനി അവകാശത്തർക്കം വേണ്ട. അപ്പൊ 3 സെറ്റ് കാത്. അല്ല, കമ്മല്. എന്താ ഒരു പൊട്ടിച്ചിരി അട്ടകാസമൊക്കെ? വല്യമ്മ വലിയ ഗമേലാണല്ലോ. ഭാഗീരഥി, നീ കുട്ടികളെയും കുട്ടി അകത്തേക്ക് വെക്കോ. വാടി, വാ മക്കളെ. ഒന്നുമില്ല, വാ. എന്താ വല്യമ്മാവൻ ഈ നേരത്ത്? എന്താ വല്യമ്മാവന് വരാൻ പ്രത്യേക നേരം വല്ലതുണ്ടോ? ഇനി അമ്മയ്ക്ക് വരാനൊരു സമയം, അച്ഛന് വരാനൊരു സമയം, വായ്നോക്കിക്ക് വരാൻ മറ്റൊരു സമയം, അങ്ങനെ വല്ലതും ഉണ്ടോ? ഓ, വലിയ ചൂടിലാണല്ലോ. അല്ല, അപ്പൊ എങ്ങോട്ടാ? എങ്ങോട്ടില്ല, ഇത്തിരി വെള്ളം കുടിച്ചിട്ട് ഇവിടെ വന്നിരിക്കാന്ന് കരുതി. അതിനാണ് ഈ അകത്തേക്ക് പോണമെന്നില്ല, വെള്ളം ഇങ്ങോട്ട് വരും. അതെന്താ, വന്നോട്ടെ. പായത്തിന് വെള്ളം. പിന്നെ അമ്മാവ കൊട്ടാരത്തിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊക്കെ ഞാൻ അങ്ങോട്ട് വന്ന് പറയാം. തൽക്കാലം അപ്പൊ ഇരിക്കണ്ട, ഞങ്ങൾക്ക് ഇത്തിരി കുടുംബകാര്യം പറയാനുണ്ട്. ശരി, ഞാൻ പിന്നെ വരാം. എന്തിനാ പിന്നെ ആക്കണത്? താൻ കാര്യം പറയണോ വർമ്മേ? അത് പിന്നെ അത് വേണ്ട, ഞാൻ തന്നെ കാര്യം പറയാം. അപ്പു ഇങ്ങോട്ട് വന്നേ. അപ്പോട്ടിന് എന്തിയേ? അച്ഛ, അപ്പോട്ടിന് എവിടെ? അവൻ പോയി. പോയോ? നല്ല ആളാ. ആഭരണങ്ങളുടെ ഫാഷൻ കാണിക്കാൻ എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. മായേ, നീ ആ കുഴമ്പ് അങ്ങോട്ടെടുത്തേ. വല്ലാത്ത നടുവേദന. പിന്നെ തുളസിയിലിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചോ, ഒന്ന് കുളിക്കണം. ഇപ്പൊ അപ്പുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആ കുടുംബത്തോട് തനിക്കുള്ള സ്നേഹം എനിക്കറിയാം. താനിവിടെ സഹകരിക്കാണ് വേണ്ടത്. ഇനി മായയെ ഇതെങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുമെന്നുള്ളത് അടുത്ത പുലിവാലി. ആ കാര്യം ഞാൻ അപ്പുനെ തന്നെ ഏൽപ്പിക്കുക. ഗുരു കാരണവരെ പോലെ താൻ ആ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ, ഞാൻ മായയെ മറക്കണം, മായ എന്നെ. ഞങ്ങളുടെ വിവാഹം നടക്കൂല. അതായത് തനിക്കിനി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു ബന്ധം വേണമെന്ന് നിർബന്ധാന്ന് വെച്ചാ, എന്റെ ഒരു മോളുണ്ട് സുനന്ദ. താൻ അറിയും, മായേക്കാൾ മിടുക്കിയാണ്. വിവാഹം ഉടനെ നടത്തിയും തരാം. നിങ്ങളുടെ മകളുമായിട്ടൊരു ബന്ധം ഉണ്ടാവുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റില്ല. ആ ചെറ്റത്തരം പറയുന്നോടാ. ഓനക്ക് വെക്കുന്ന മയക്കുപൊടി എനിക്കിട്ട് വെച്ചോണ്ടല്ലോ ഞാൻ മയങ്ങി വീഴുവൊന്നുമില്ല. കൊട്ടാരത്തിൽ നിന്ന് ഇത്തിരി പൊന്നും പണവും കിട്ടുമെന്ന് കണ്ടപ്പോ അവിടെ തൂക്കി വെക്കുകയാണല്ലേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. അതാരോടും പറഞ്ഞേ, എന്റെ അടിയനോട്. അധികം ഇടയണ്ടപ്പൂ. മലവിളകിയ ഒരുപാട് കൊമ്പന്മാരെ തളച്ചിട്ടുള്ളവനാ ഞാൻ. തളയ്ക്കാൻ പറ്റാത്തതിനെ കൊന്നിട്ടുമുണ്ട്. ഏലാൽ മായ നീ കാണാനോ സംസാരിക്കാനോ പാടില്ല. അവിടെ നീ മറന്നേക്ക്. ഇല്ലെങ്കിൽ ഗോവുന്നപ്പിള്ളയ്ക്ക് ഒരുണ്ടേടെ ചെലവേ ഉള്ളൂ. അത് മറക്കണ്ട. എന്തായി? ശരിക്കൊന്ന് വരട്ടിയിട്ടുണ്ട്. എന്നാലും വിശ്വസിച്ചൂടാ. ഇനി അവനും മായയും തമ്മിൽ കാണരുത്. തൽക്കാലം അവളെ ഇവിടെ നിന്ന് മാറ്റും. കുറച്ചു ദിവസം എന്റെ വീട്ടിൽ നിൽക്കട്ടെ. എങ്കിൽ താൻ തന്നെ എന്തെങ്കിലും പറഞ്ഞ അവളെ കൂട്ടിക്കൂട്ടി പോ.